ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തെരെ ഇഷ്കുമേ എന്ന് പറയുന്ന മൂവിയാണ്. തന്റെ റിസർച്ചിന് വേണ്ടിയിട്ട് നായകനെ പ്രണയിക്കുന്ന നായിക. എന്നാൽ അവനാകട്ടെ ഇതൊന്നും അറിയാതെ അവളെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു തുടങ്ങി. എന്നാൽ ഒരു ഘട്ടത്തിൽ അവളുടെ സത്യം അവൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ മൂവി നമ്മളെ കാണിക്കുന്നത്. അപ്പൊ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ ശങ്കർ ഫൈറ്റർ ജെറ്റ് പറത്തുന്നതാണ്. എന്നാൽ ആ ടൈമിൽ ഒരു ചൈനീസ് എയർപ്ലെയിൻ ഇന്ത്യൻ ടെറിട്ടറിയുടെ അടുത്തേക്ക് പറന്നു വരുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. ഒരു അറ്റാക്ക് മുന്നിൽ കണ്ടുകൊണ്ട് അവൻ ആ എയറോപ്ലെയിനിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവന്റെ ഹയർ ഒഫീഷ്യൽസിൽ നിന്ന് അവൻ അതിന് അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ അതിർത്തിക്കടുത്തേക്ക് പോകുന്നു. ഏതെങ്കിലും രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് അറ്റാക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ ടെറിട്ടറിക്കുള്ളിലേക്ക് അവർ കടക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ താൻ അവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് കാണിച്ചുകൊണ്ട് തന്റെ ജെറ്റ് അവൻ അവരുടെ നേരെ തന്നെ തിരിച്ചു നിർത്തുന്നു. അപകടം മനസ്സിലാക്കി ചൈനീസ് എയർപ്ലെയിൻ അവിടെ നിന്നും പോയി. ഇതിന്റെ പേരിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവൻ അവന്റെ ഫൈറ്റർ കൺട്രോളിൽ നിന്നും ഒരുപാട് വഴക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവരുടെ അനുമതിയില്ലാതെയാണ് അവൻ ഈ സാഹസം എല്ലാം കാണിച്ചത്. എന്നാൽ അത് എന്റെ എയർ സ്പേസ് ആണെന്നും ഞാൻ ദിവസവും അവിടെ പോകാറുള്ളതാ, പക്ഷെ അവിടെ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ട് ഇന്ന് നടക്കുന്നതായിട്ട് തനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ആ എയർപ്ലെയിനിന്റെ അടുത്തേക്ക് താൻ പോയതെന്ന് അവൻ പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യക്ക് നേരെ നടക്കാൻ പോകുന്നതായിട്ട് മറ്റാർക്കും ഒരു വിവരവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇവന്റെ തോന്നൽ മാത്രമാണെന്നും നിന്റെ മെന്റൽ സ്റ്റേറ്റ് ശരിയല്ലെന്നും അവന്റെ മേലുദ്യോഗസ്ഥർ അവനോട് പറയുന്നു. എന്താണെങ്കിലും അവനിപ്പോ കാണിച്ചു കൂട്ടിയതിന്റെ പേരിൽ അവനെതിരെ ഒരു എൻക്വയറി ഉണ്ടാവും. അതിന്റെ ഫൈനൽ റിപ്പോർട്ട് വരുന്നിടം വരെ അവന് ഫ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. അവന് വേണ്ടിയിട്ട് ഒരു കൗൺസിലറിനെയും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൗൺസിലർ അവൻ ഓക്കെ ആണെന്ന് പറയാതെ അവന് തിരിച്ച് അവന്റെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ നായികയാണ്. മുക്തി എന്നാണ് അവളുടെ പേര്. ഡിഫൻസ് മിനിസ്ട്രിയുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു മുക്തി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്ന അവളാകട്ടെ മെഡിസിൻ കഴിക്കുന്നതും മദ്യപിക്കുന്നതും ഒരുമിച്ചായിരുന്നു. അവളുടെ രീതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവൾ മദ്യത്തിന് അടിമയാണെന്ന്. അവളുടെ ഹസ്ബൻഡ് ജസ്ജീത്ത് INS വിജയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവൻ അവളെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ഒരു വാർ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ചിലപ്പോ ഡെലിവറി ടൈമിൽ തനിക്ക് വരാൻ പറ്റില്ല എന്നും നീ മദ്യപിക്കാൻ പാടില്ല എന്നും കറക്റ്റ് സമയത്ത് ഡോക്ടറെ കാണണമെന്നും. എന്നാൽ അവളാകട്ടെ അവനോട് പറയുന്നത് തന്റെ അവസ്ഥ വളരെ മോശമാണ്, തനിക്കും കുഞ്ഞിനും അവനെ അടുത്ത് വേണമെന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പേരിൽ അവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അവളുടെ അടുത്തേക്ക് കുറെ ഫയൽസ് വരുന്നുണ്ട്. കൗൺസിലറായ അവളാകട്ടെ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അവരൊക്കെ വർക്ക് ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു. എന്നാൽ ഇവൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഈ ജോലികൾ ഇപ്പോൾ തൽക്കാലം വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഫയൽസിന്റെ കൂട്ടത്തില് അവൾ ശങ്കറിന്റെ ഫയല് കണ്ടതും ആദ്യം ഒന്ന് ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. അവൾ നേരെ പോയി തന്റെ സീനിയർ ഓഫീസറിനോട് പറയുന്നുണ്ട് ഞാൻ ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാണെന്ന്. എന്നാൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന അവള് ഇപ്പോൾ ലേയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഒരുപാട് യാത്ര ചെയ്യണം, ഇത് മറ്റാരെങ്കിലും ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല. ഈ കേസ് താൻ തന്നെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിലും അവൾ ലേയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവളുടെ അച്ഛനെയും കാണുന്നുണ്ട്. ശങ്കർ എവിടെയുണ്ടെന്നുള്ള വിവരം എനിക്ക് കിട്ടി, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ലേയിലെത്തി അവിടുത്തെ നേവി ഓഫീസിൽ അവൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ശങ്കറിനെ അവർ വിളിപ്പിക്കുന്നു. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന നിമിഷം ശങ്കർ ഒരു നിമിഷം ഞെട്ടിയെങ്കിലും അവന്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും വരുത്താതെ നിൽക്കുകയായിരുന്നു അവൻ. പക്ഷെ അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കുറെ നേരം അവളെ തന്നെ നോക്കി നിൽക്കാൻ അവന് സാധിച്ചില്ല. ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ആ നിമിഷം കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അന്ന് ശങ്കർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കുന്ന സൈക്കോളജി സ്റ്റുഡന്റ് ആയിരുന്നു മുക്തി. അവളുടെ തീസിസിന്റെ ടോപ്പിക് ഇതായിരുന്നു: കൃത്യമായ ചികിത്സയിലൂടെ എത്രയധികം വയലന്റും ടോക്സിക്കും ആയിട്ടുള്ള ആൾക്കാരെ പോലും ശാന്തരാക്കാൻ പറ്റുമെന്നും അവരെ നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നും. അവൾ ആ തീസിസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ശങ്കർ ഒരു പയ്യനെ ഓടിച്ചവിടേക്ക് കയറ്റുന്നതും അവിടെ ഇട്ട് അടിക്കുന്നതും. അവളുടെ തീസിസ് മൊത്തം സ്പോയിലായി. ഒരാളെ എങ്ങനെയിട്ട് അടിക്കുന്ന കണ്ടിട്ട് മുക്തിയാകട്ടെ ശങ്കറിനെ ചോദ്യം ചെയ്യാൻ ചെല്ലുന്നു. അവനെ അടിക്കാൻ വേണ്ടിയിട്ട് അവൾ കൈ പൊക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൈ ആദ്യം അവൻ തടയുന്നു. എന്നിട്ടാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കുന്നത്. ആ ഒരു നിമിഷം അവൻ അവളോട് എന്തോ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. പോലീസുകാർ അവനെ പിടിച്ചുകൊണ്ടു പോകാൻ തുടങ്ങിയതും അവൻ പറയുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ സ്ഥിരമായിട്ട് വരാറും പോകാറും ഉണ്ടെന്ന്. എന്നിട്ട് തിരിച്ചു വന്ന് അവളുടെ കൈ പിടിച്ചിട്ട് അവളോട് പറയുന്നുണ്ട് എന്നെ അടിക്കാനല്ലേ നീ കൈ ഉയർത്തിയത്, അത് വെറുതെ ആകണ്ട, അടിച്ചോന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിച്ച് അവന്റെ മുഖത്തേക്ക് അവൻ അടിക്കുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള കൈ എന്റെ മുഖത്ത് പതിക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിലായിരുന്നു അവന്റെ സംസാരം. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അവൾക്ക് ചിരിയായിരുന്നു വരുന്നത്. അവൻ പോലീസുകാരുടെ കൂടെ പോയെങ്കിലും അവളുടെ തീസിസിന്റെ കാര്യത്തിൽ തീരുമാനമായി. കാരണം ഇവളുടെ ടോപ്പിക്ക് തന്നെ വയലന്റ് ആയിട്ടുള്ള ആൾക്കാരെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നായിരുന്നു. എന്നാൽ ശങ്കറിനെ പോലുള്ള ആൾക്കാരെ ഒന്നും തന്നെ ഒരിക്കലും നേരെയാക്കാൻ പറ്റില്ല എന്നും അവരങ്ങനെ തന്നെ ജീവിക്കുമെന്നുമായിരുന്നു അവളുടെ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് ശരിയാവത്തില്ല, വേറെ ഏതെങ്കിലും ടോപ്പിക് എടുക്കാൻ അവർ പറയുന്നു. ഇനി ഒന്നേന്നും പറഞ്ഞ് തുടങ്ങാൻ അവളെ കൊണ്ട് പറ്റില്ല. ശങ്കറിനെ പോലൊരാളെ താൻ ട്രീറ്റ്മെന്റിലൂടെ മാറ്റി കാണിക്കുമെന്നാണ് അവൾ തന്റെ ടീച്ചേഴ്സിനോട് പറയുന്നത്. അത് നടക്കില്ല എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സും സംസാരിക്കുന്നു. അവൾ അതൊരു വെല്ലുവിളിയായിട്ടെടുത്തു. ശങ്കറിന്റെ ഈ പ്രവർത്തികളൊക്കെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുകയായിരുന്നു അവന്റെ അച്ഛൻ രാഘവും. കോടതിയിൽ വർക്ക് ചെയ്യുന്ന അയാളാകട്ടെ സെക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഇവൻ നന്നാവണമെങ്കിൽ ഇവിടെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരോട് പറഞ്ഞിട്ട് അവനെ സെല്ലിൽ അടപ്പിക്കുന്നു. എന്നാൽ അവനതൊക്കെ ശീലമുള്ള കാര്യമായിരുന്നു. അവന്റെ അച്ഛൻ പോയി കഴിയുമ്പോൾ അവനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് മുക്തിയാണ് അവിടേക്ക് വരുന്നത്. അവളെ
സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അവന്റെ ബിഹേവിയർ മാറ്റണം. തന്റെ ടോപ്പിക്ക് ശരിയായിരുന്നുവെന്ന് തന്റെ ടീച്ചേഴ്സിന് മുന്നിൽ കാണിക്കണം. ടീച്ചേഴ്സ് തന്നെ വെല്ലുവിളിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൾ അവനോട് പറയുന്നു. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആക്കാൻ പറ്റുമെന്നാണ് അവൾ പറയുന്നത്. അതിൽ ചില എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യണം. ഉദാഹരണത്തിന് നീ ഇപ്പൊ പബ്ലിക്കായിട്ടൊരു പയ്യനെ അടിച്ചില്ലേ, അവനോട് നീ മാപ്പ് പറയണം. അങ്ങനെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് പതിയെ പതിയെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ പോലെ ആകാൻ പറ്റും. പെട്ടെന്ന് ദേഷ്യമൊന്നും പിന്നെ വരില്ല. ഇതൊക്കെ നീ എന്റെ വൈഫായിട്ട് ചെയ്യുമോ അതോ ഗേൾ ഫ്രണ്ട് ആയിട്ട് ചെയ്യുമോ എന്നായിരുന്നു അവൻ ചോദിക്കുന്നത്. എന്നാൽ ഞാൻ എന്തിനാ നിന്റെ വൈഫോ ഗേൾ ഫ്രണ്ടോ ഒക്കെ ആവുന്നതെന്ന് അവള് തിരിച്ചു ചോദിക്കുന്നു. പിന്നെ നീ എന്ത് അധികാരത്തിലാ എന്നെ നന്നാക്കാൻ ഇറങ്ങി തിരിച്ചെന്നായിരുന്നു അവൻ തിരിച്ചു ചോദിക്കുന്നത്. നീ എന്റെ ഗേൾ ഫ്രണ്ട് ആകില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം, നിന്റെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതിനവൾക്ക് മറുപടിയില്ലായിരുന്നു. തൽക്കാലം അവളെ അവൻ അവിടെ നിന്ന് ഓടിച്ചുവിട്ടു. പിറ്റേന്ന് അവൾ കോളേജിൽ വെച്ചിട്ട് ജസ്ജീത് എന്ന് പറയുന്ന ഒരാളെ കാണുന്നു. US MD ചെയ്യാൻ പോകുന്നതിന് മുൻപ് കുറച്ച് ടൈം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു ലെക്ചർ പോസ്റ്റിലേക്ക് വന്നതായിരുന്നു അയാൾ ചോദിച്ച ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വഴി അവൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ പരസ്പരം പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ശങ്കറും കൂട്ടരും ആകട്ടെ വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരുമിച്ചിരിക്കുന്ന കപ്പിൾസിന്റെ ഇടയ്ക്കേക്ക് റോക്കറ്റ് എറിയുന്നുണ്ട്. അവനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അവന്റെ ലൈഫിൽ ഒരു പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവന്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലായി. തന്റെ ടീച്ചേഴ്സിനെ പ്രൂവ് ചെയ്യാനും തന്റെ തീസിസ് കംപ്ലീറ്റ് ചെയ്യാനും ഇത് മാത്രമേ ഒരു വഴിയുള്ളെന്ന് മനസ്സിലാക്കി അവളാകട്ടെ അവനോട് പറയുന്നുണ്ട് ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് ആകാമെന്ന്. വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെപ്പോലൊരു പയ്യന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ പ്രണയത്തിൽ വീണു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡൽഹി തന്നെ നിന്ന് കത്തുമെന്നായിരുന്നു അവന്റെ സംസാരം. അവൾ ഓപ്പൺ ആയിട്ട് അവനോട് പറയുന്നുണ്ട് ഞാൻ ഇതിന്റെ ജോലിയാണെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നിനക്കത് പ്രണയമാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. അപ്പൊ നീ എന്നെ പ്രണയിക്കാനുള്ള 1% ചാൻസ് പോലും ഇല്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ലാന്നായിരുന്നു അവളുടെ മറുപടി. റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആയാൽ മതി. അവനോട് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ അവൻ കുറച്ചുനേരം ആലോചിച്ചിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അതിന്റെ കൂടെ അവൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് നിനക്ക് എന്നോട് ശരിക്കും പ്രണയം തോന്നി തുടങ്ങിയാലോ, അതുകൊണ്ടാണ് ഞാൻ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഇവർ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആയിട്ട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന അവന്റെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് അവൾ കുറെ ശ്രമിക്കുന്നുണ്ട്. ഓരോ ഇഷ്യൂസിന്റെ ഇടയ്ക്കും അവൻ ആരെങ്കിലും അടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവൾ അവനോട് കൂളാകാൻ പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അവന് കൺട്രോൾ കിട്ടില്ലായിരുന്നു. പലരെയും അവൻ അടിക്കുകയും ചെയ്തു. ഇവനിങ്ങനെ മുക്തിയുടെ കൂടെ നടക്കുന്ന ടൈമിലെല്ലാം തന്നെ അവന്റെ കൂട്ടുകാരൻ വേദിനെയും മറ്റു കൂട്ടുകാരെ എല്ലാം തന്നെ അവൻ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവരാകട്ടെ അവനെ കളിയാക്കുന്നു. കുറെ കാലമായിട്ട് പ്രണയമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ അവളുമായിട്ട് ഇതുവരെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലേ എന്നായിരുന്നു അവരുടെ ചോദ്യം. അത് കേട്ടിട്ട് അവനാകട്ടെ അവരെല്ലാം അവിടെ നിന്ന് അടിച്ചോടിക്കുന്നു. മുക്തിയാകട്ടെ അവനെയും കൊണ്ട് തന്റെ ലെക്ചേഴ്സിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സാറും ടീച്ചറും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ശങ്കറിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവനാകട്ടെ ആ സാറിനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇതുവരെ ടീച്ചറിന്റെ കൂടെ ഫണ്ണൊന്നും നടന്നിട്ടില്ലേ എന്ന്. ഇത് കേട്ടതോടുകൂടി അവരാകെ ദേഷ്യത്തിലായി. അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ആ ടീച്ചർ മുക്തിയോട് പറയുന്നുണ്ട് ഈ പയ്യൻ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് സെക്സിന് വേണ്ടി മാത്രമാണെന്ന്. മുക്തിക്കാകട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് വേദനയും കൂട്ടരെയും ഏതോ ബസ്സിലെ ആൾക്കാർ അടിച്ചു എന്ന് പറഞ്ഞിട്ട് വേദം കൂട്ടരും ആ ബസ് ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നിടത്തേക്ക് ശങ്കറും ചെല്ലുന്നു. അവനും ആ ബസ് അടിച്ച് തകർക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് മുക്തി അവിടേക്ക് വരുന്നത്. ഇവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയതായിരുന്നു അവൾക്ക്. അതുകൊണ്ട് അവൾ തന്റെ ലെക്ചേഴ്സിനെ എവിടേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് ശങ്കർ അടിച്ച ആൾക്കാരോട് എഴുന്നേറ്റ് നിന്നിട്ട് ശങ്കറിനെ അടിക്കാൻ പറയുന്നുണ്ട്. ശങ്കറിനോട് അവൾ പറയുന്നുണ്ട് അവരെത്രയൊക്കെ നിന്നെ തല്ലിയാലും നീ തിരിച്ചടിക്കാൻ പാടില്ലെന്ന്. പേടിച്ചാണ് അവർ ശങ്കറിനെ അടിക്കുന്നത്. പക്ഷെ അടുത്ത നിമിഷം ശങ്കർ അവരെ തിരിച്ചടിക്കുന്നു. മുക്തി വീണ്ടും അവനോട് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. അടുത്ത തവണ അവരടിക്കുമ്പോൾ തിരിച്ചടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് വീണ്ടും ശങ്കറിനെ അടിക്കാൻ പറയുന്നു. എന്നാൽ അവൻ പിന്നെ അവരെ അടിക്കുന്നു. എന്ത് ചെയ്താലാണ് നീ നിന്റെ ഈ ഒരു ദേഷ്യമൊക്കെ നിർത്തുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നല്ലവനായിട്ട് എനിക്ക് ആക്ട് ചെയ്യാനൊന്നും പറ്റില്ല, എനിക്ക് ഫൺ വേണമെന്ന് പറയുന്നു. അവന്റെ ഉദ്ദേശം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിനവൾ ഓക്കെ പറഞ്ഞിട്ട് വീണ്ടും ആൾക്കാരോട് അവനെ തല്ലാൻ പറയുന്നു. ഈ പ്രാവശ്യം ശങ്കർ തല്ലും കൊണ്ടുകൊണ്ട് നിന്നു. അവരെ ആരെയും തിരിച്ചു തല്ലിയില്ല. അതവളുടെ ടീച്ചേഴ്സും കണ്ടു. അതോടുകൂടി അവരുമായിട്ട് അവൾ വെച്ച ആ വെല്ലുവിളി അവൾ ജയിച്ചിരിക്കുന്നു. ഇനി ശങ്കറിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അവനെയും കൊണ്ട് ഒരു ഹോട്ടൽ റൂമിലേക്ക് അവൾ പോയി. ഹോട്ടൽ റൂമിലേക്ക് ചെന്ന ഉടനെ തന്നെ അവൾ തന്റെ ഡ്രസ്സ് ഊരാൻ തുടങ്ങിയതും ശങ്കർ പറയുന്നുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മര്യാദയ്ക്ക് ഡ്രസ്സ് എടുത്തിടാൻ. നിനക്ക് വേണ്ടത് ഇതല്ലേ, ഇപ്പൊ എന്താ നിനക്കിതൊന്നും വേണ്ടേന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ആകെ വല്ലാതെ നിൽക്കുകയായിരുന്നു. എന്ത് പറ്റി നിനക്കിതൊന്നും വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ അവളോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു. നീ എന്നോട് പറഞ്ഞത് നീ നിന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഞാൻ പ്രണയത്തിന്റെ ഭാഗമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളാനും നീ പറഞ്ഞു. നിന്റെ ജോലിയുടെ ഭാഗമായിട്ട് നീ ചിലപ്പോൾ നിന്റെ ഷർട്ട് ഊരുമായിരിക്കും. പക്ഷെ എന്റെ പ്രണയത്തിന്റെ ഭാഗമായിട്ട് എന്റെ ഷർട്ട് ഊരാൻ എനിക്കിപ്പോ പറ്റില്ല. ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അതിന്റെ പേരിൽ അവൻ അവളോട് സോറിയും പറയുന്നു. താൻ വിചാരിച്ചതിനേക്കാളൊക്കെ കൂടുതൽ നല്ലവനാണ് അവനെന്ന് മുക്തി ആ സമയം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവളുടെ ആ സ്നേഹവും കെയറും എല്ലാം തന്നെ അവനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റി. അവന്റെ നേരത്തെയുള്ള ആ എപ്പോഴും ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെ മാറി. ആ ലെക്ചേഴ്സിനെയൊക്കെ അവൻ പല രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരോടൊക്കെ അവൻ സോറി പറഞ്ഞു. അവൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇവന്റെ ബിഹേവിയറിലുള്ള മാറ്റം ഇവന്റെ ലെക്ചേഴ്സിന് ബോധ്യപ്പെട്ട ശേഷം അവളുടെ റിസർച്ച് കംപ്ലീറ്റ് ആവുകയും തീസിസിൽ അവളുടെ പ്രൊഫസർ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അന്ന് അവൾ ശരിക്കും ഹാപ്പി ആയിരുന്നു. അവളുടെ സന്തോഷം കണ്ട് ശങ്കറും ഒരുപാട് സന്തോഷത്തിലായി. ഇവർ ഒരുമിച്ചുള്ള
ദിവസങ്ങളിലുടനീളം അവനവന്റെ അമ്മയെ മിസ് ചെയ്യുന്നത് പലപ്പോഴും മുക്തി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ അമ്മയുടെ പേര് ചോദിച്ചെങ്കിലും പലപ്പോഴും പല പേരായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവളുടെ തീസിസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്റെ അമ്മയുടെ പേര് കാവേരി എന്നായിരുന്നു എന്ന്. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന അവൻ അറിയുന്നത് അമ്മയുടെ മരണവാർത്തയായിരുന്നു. 5 വയസ്സുള്ള ഒരു കുട്ടിയെ തീപിടുത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച അവന്റെ അമ്മ ആ തീയിൽ തന്നെ മരിക്കുകയായിരുന്നു. ആ ഒരു ഷോക്കും വേദനയെല്ലാം തന്നെ അവന്റെ ലൈഫിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുക്തിയുടെ കൂടെ ഉള്ളപ്പോൾ അവൻ ആ വേദനയെല്ലാം മറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന്റെ അമ്മയുടെ ഒരു വളയും അവളുടെ കയ്യിൽ അവൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ദേഷ്യമെല്ലാം വിട്ട് ഒരു നല്ല വ്യക്തിയായി മാറാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. തന്റെ മനസ്സിലെ പ്രണയം അവളോട് അവൻ തുറന്നു പറയുകയായിരുന്നു. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അവൾ. അവളെ സംബന്ധിച്ച് ഇത് വെറൊരു ജോലി മാത്രമായിരുന്നു. ഇതുവരെയും അവനോട് അവൾക്ക് പ്രണയമൊന്നും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അബീർ എന്ന് പറയുന്ന ഒരു പയ്യൻ അവളെ വിളിക്കാൻ വേണ്ടി വരുന്നത്. അതവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അവൾ പെട്ടെന്ന് അവനോട് ബൈ പറഞ്ഞിട്ട് അബീറിന്റെ അടുത്തേക്ക് പോവുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ആകെ നിസ്സഹായനായി നിൽക്കുകയാണ് ശങ്കർ. അവന്റെ മനസ്സിൽ തോന്നിയിരുന്നത് അവൾക്ക് അവനോട് പ്രണയമുണ്ടെന്നാണ്. അതങ്ങനെ അല്ലാന്ന് മനസ്സിലാക്കിയ നിമിഷം അവൻ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. മുക്തിയെ കണ്ട ശേഷം ശങ്കർ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ മുക്തിയും ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അവളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ബ്ലഡ് വരുന്നുണ്ട്. അവൾക്ക് എന്തോ അസുഖമുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ കഫറ്റേറിയയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ UPSC ക്ലിയർ ചെയ്തതല്ലേ, പിന്നെ എങ്ങനെ എയർഫോഴ്സിൽ എത്തിയതെന്ന്. നിന്റെ സീനിയേഴ്സിനെല്ലാം തന്നെ നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പക്ഷേ ചില നേരത്ത് നീ ഔട്ട് ഓഫ് ഹാൻഡ്സ് ആണ്. ഒരു പൈലറ്റായി നീ നിന്റെ സീനിയേഴ്സ് പറയുന്നത് കേൾക്കാതെ ഔട്ട് ഓഫ് കൺട്രോൾ ആവാൻ പാടില്ല. അത് നിന്റെ ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടി എന്താണെന്ന് നീ പഠിപ്പിച്ചു തരണ്ടെന്നും മര്യാദയ്ക്ക് എന്റെ പേപ്പറിൽ സൈൻ ചെയ്തിട്ട് പോകാനുമാണ് അവൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ തനിക്ക് അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് മുക്തി വീണ്ടും അവനെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ആ സമയം അവിടെ വലിയൊരു സ്ഫോടനം നടക്കുന്നുണ്ട്. തന്റെ ജീവൻ പോലും പണയം വെച്ച് ശങ്കറാണ് മുക്തിയെ ആ നിമിഷം അവിടെ വെച്ച് രക്ഷിക്കുന്നത്. തിരിയടുത്തേക്ക് മറ്റു നഴ്സുമാരെ അയച്ച ശേഷം ശങ്കർ തന്റെ സീനിയേഴ്സിനെ കാണാൻ വേണ്ടി പുറത്തേക്കോടി. അവിടെ എല്ലാം തന്നെ തീയും പുകയുമായിരുന്നു. അവൻ നേരത്തെ സംശയിച്ച പോലെ തന്നെ ഇന്ത്യക്കെതിരെ എന്തോ ഒരു അറ്റാക്ക് നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ തുടക്കം മാത്രമായിരുന്നു ഇതെല്ലാം തന്നെ. ബാക്കി എല്ലാവരും തങ്ങളുടെ ജെറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും ശങ്കറിന് മാത്രം അത് സാധിക്കുന്നില്ല. അവനെ സംബന്ധിച്ച് അവന്റെ പേപ്പർ ക്ലിയർ ചെയ്യണം, എന്നാൽ മാത്രമേ അവൻ ഫ്ലൈ ചെയ്യാൻ പറ്റൂ. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. മുക്തിക്ക് അവനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം അവന്റെ കൂട്ടുകാരൻ മനസ്സിലാക്കിയതോടുകൂടി കൂട്ടുകാരിൽ അവനെ കളിയാക്കാനും വഴക്ക് പറയാനും ഒക്കെ തുടങ്ങി. നിന്റെ അവളുടെ സ്റ്റാറ്റസ് വേറെ വേറെയാണ്. അവളുടെ ആ ബോയ് ഫ്രണ്ട് അവളുടെ കൂടെ ഫ്രാൻസിൽ എന്തോ പഠിച്ചതാണ്. രണ്ടുപേരും വലിയ കുടുംബത്തിലെ ആൾക്കാര്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ബന്ധമാണ്. പക്ഷേ ശങ്കറിന് അവളെ മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിൽ ദേഷ്യവും വിഷമവും എല്ലാം കൂടിയിട്ട് അവളെ കാണാൻ അവൻ ഇറങ്ങി പുറപ്പെട്ടു. ആ സമയം ഒരു പബ്ബിലായിരുന്നു മുക്തി. മുക്തിയാക്കിട്ട് അബീറിനോട് ശങ്കറിനെ പറ്റി സംസാരിക്കുന്നു. മുക്തി വിശ്വസിച്ചിരുന്നത് അവൾ അവന്റെ ലൈഫിൽ വന്നതിന് ശേഷം പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. ആ മാറ്റങ്ങൾ ശങ്കറിന്റെ ലൈഫിൽ പല നല്ല കാര്യങ്ങളും കൊണ്ടുവരുമെന്നായിരുന്നു. എന്നാൽ അവളുടെ ആ ധാരണകളെല്ലാം തെറ്റായിരുന്നു. അത് തെളിയിച്ചുകൊണ്ട് തന്നെ ശങ്കർ ഇവരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ നല്ല ആൾക്കാരായിരിക്കും, പക്ഷേ ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പൊ അങ്ങനെ തന്നെയാണെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അബീറിന്റെ ശരീരത്തിലേക്കും തന്റെ ശരീരത്തിലേക്കും താൻ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിക്കുന്നുണ്ട്. മുക്തിയുടെ മുഖത്ത് നോക്കാതെ അബീറിനെ നോക്കിക്കൊണ്ട് അവനാക്കിട്ട് അബീറിനോട് പറയുന്നുണ്ട്, ഇവളോട് നീ പറയണം, നിന്നെ അവൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ തീ കൊളുത്താനും എന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിന്നെ തീ കൊളുത്താനും. അതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. അപകടത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു ഓഫീസർ ആകട്ടെ മുക്തിയോട് പറയുന്നുണ്ട്, ശങ്കറിന്റെ പേപ്പർ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കണം, അവൻ ഞങ്ങളുടെ ബെസ്റ്റ് ഓഫീസറാണെന്ന്. അവന്റെ ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് അവൻ അങ്ങനെ ആരും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്ന്. അവൻ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള വാർത്ത ശരിക്കും മുക്തിയെ ഞെട്ടിക്കുന്നതായിരുന്നു. അവന്റെ ലൈഫിൽ പല കാര്യങ്ങളും പാതി വഴിക്ക് നിന്ന് പോയിട്ടുള്ളതാണ്. ആദ്യം പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിച്ചു, IAS ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ചു, അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ ഫൈറ്റർ ജെറ്റിന്റെ പൈലറ്റായി മാറിയിരിക്കുന്നു. മാരേജിനെ പറ്റി ഒരിക്കൽ അവനോട് ചോദിച്ചപ്പോൾ ഐ ഓൾമോസ്റ്റ് ഗോട്ട് മാരീഡ് എന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. മാരേജിലേക്ക് അവൻ എത്തിയെങ്കിലും അത് നടന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ബാക്കി ഓഫീസേഴ്സിന് അറിയില്ല. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് മുക്തിക്ക് നന്നായിട്ട് അറിയാം. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പ്രശ്നമുണ്ടാക്കിയ ശേഷം ശങ്കർ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മുക്തി വീണ്ടും അവനെ കാണാൻ ചെല്ലുന്നു. അവന്റെ വീട്ടിലേക്കുള്ള വഴിയെല്ലാം തന്നെ ഇടുങ്ങിയതായിരുന്നു. വീടെന്ന് പോലും പറയാൻ പറ്റില്ല അതിനെ. ഏതോ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ചെറിയൊരു റൂം. ആ ഒരു ഒറ്റ മുറിയിലായിരുന്നു അവന്റെ അച്ഛനും അവനും താമസിക്കുന്നത്. ആ അവസ്ഥയൊക്കെ കണ്ടിട്ട് ശരിക്കും മുക്തി ആകെ വല്ലാതെയായി. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് നിലത്തിരുന്ന്. അതൊന്നും അവളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം അവൾ അത്രയധികം സൗകര്യത്തിൽ ജീവിച്ചിരുന്നതാണ്. അവനെ അവൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്റെ ജോലിയിൽ വല്ലാതെ മുഴുകിയിരുന്നത് കൊണ്ട് തന്നെ നിന്റെ ഫീലിംഗ്സിനെ കുറിച്ചൊന്നും തന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയി എന്നും അതെന്റെ തെറ്റായിരുന്നു എന്നും അവൾ സമ്മതിക്കുന്നു. പിന്നെ നീ വിചാരിക്കുന്ന പോലെ അബീറിന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, അവൻ എന്റെ ഫ്രണ്ട് മാത്രമാണെന്ന് അവൾ പറയുന്നു. അബീറിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ഒഴിവാക്കിയതെന്ന് നീ ചിന്തിക്കണ്ട. അബീറുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവൾ തന്നെ പ്രണയിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു ശങ്കറിന്റെ മനസ്സിൽ. അവന്റെ മനസ്സിലെ ഡൗട്ടുകൾ ക്ലിയർ ആക്കണമെങ്കിൽ അവൻ തന്റെ വീട്ടിലേക്ക് വരുന്നതാ നല്ലതെന്ന് അവൾക്ക് തോന്നുന്നു. അതുകൊണ്ട് നാളെ നീ എന്റെ വീട്ടിലേക്ക് വരാൻ അവൾ അവനോട് ആവശ്യപ്പെടുന്നു. അത് കേട്ടതും അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവൻ വിചാരിച്ചിരുന്നത് അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയും കല്യാണക്കാര്യത്തെ പറ്റി സംസാരിക്കാനുമാണ് അവൾ തന്നെ ക്ഷണിക്കുന്നതെന്നാണ്. മുക്തി പോയി കഴിയുമ്പോൾ അവനും അച്ഛനും കൂട്ടുകാരനും ചേർന്നിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ മുക്തിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലെത്തി അവളുടെ അച്ഛനോട് സംസാരിക്കുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ അവളെ പ്രണയിക്കുന്നുണ്ട്, അതിന് പകരമായി
പകരമായിട്ട് അവള് നിന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് പറയാനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നല്ലൊരു ജോലിയൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ലോ പഠിക്കുകയാണെന്ന് അവൻ പറയുന്നു. എന്നാൽ അവളുടെ അച്ഛൻ അവനെ ഇൻസൾട്ട് ചെയ്യുകയാണ്. അവൻ ഒട്ടും തന്നെ സമ്പാദിക്കുന്നില്ല എന്നും ഒരുപാട് സപ്ലികൾ അവനുണ്ടെന്നും അയാൾ പറയുന്നു. അവന്റെ അച്ഛന്റെ ചെലവിലാണ് അവൻ കഴിയുന്നത്. അവന്റെ ഫാമിലി സ്റ്റാറ്റസിനെ പറ്റി എല്ലാം തന്നെ അയാൾക്കറിയാം. എന്നെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. പുറത്തുപോയി ബോർഡ് നോക്കിയിട്ട് വരാൻ അവനോട് ആവശ്യപ്പെടുന്നു. ബോർഡ് നോക്കി അവന് മനസ്സിലാകുന്നുണ്ട് അയാൾ കളക്ടറാണെന്ന്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് താൻ ഈ ഒരു പൊസിഷനിലേക്ക് വന്നത്. നീ ആഗ്രഹിക്കുന്നത് ഇത്രയും പണക്കാരനായ എന്റെ മകളെ കല്യാണം കഴിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് എന്റെ ലെവലിലേക്ക് നിനക്ക് കടന്നു വരാമെന്നാണ്. അതെന്തായാലും നടക്കില്ല. ഞാനിവിടെ എന്റെ കല്യാണത്തെ പറ്റി സംസാരിക്കാൻ വന്നതാണെന്നും അത് നടക്കാൻ എന്തു വേണമെന്നും അവൻ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ UPSC പറ്റി കേട്ടിട്ടുണ്ടോ എന്ന്. നീ UPSCയുടെ മെയിൻ എക്സാം ഒന്നും പാസ്സായി കളക്ടർ ആവണ്ട, അറ്റ്ലീസ്റ്റ് അതിന്റെ പ്രിലിമെങ്കിലും ഒന്ന് പാസ്സായി കാണിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്റെ മകളെ കല്യാണം കഴിച്ചു തരുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാമെന്ന്. ആ വെല്ലുവിളി സ്വീകരിച്ച് അവൻ പറയുന്നുണ്ട്, ഞാൻ ആ എക്സാം പാസ്സായി കാണിക്കുമെന്ന്. അതും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൻ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ മുക്തി അവനെ പിടിച്ചെടുത്തിട്ട് പറയുന്നുണ്ട്, അതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന്. വർഷങ്ങളെടുത്ത് പഠിച്ചിട്ടാണ് ഓരോരുത്തർ ആ എക്സാം ക്ലിയർ ചെയ്തെടുക്കുന്നത്. നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുമെന്ന് തന്നെയാണ് അവൻ പറയുന്നത്. ആ എക്സാമിന്റെ ഫുൾ ഫോം എന്താണെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. എന്നാൽ അവൻ പറയുന്നത്, ഞാൻ എപ്പോഴാണോ ഈ എക്സാമിന്റെ പ്രിലിം പാസ്സാവുന്നത് അപ്പോൾ മാത്രമേ ഞാൻ നിന്നെ വിളിക്കൂ എന്നാണ്. അതിനിടയിൽ ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടാകില്ല. എപ്പോഴാണോ നിന്റെ ഫോണിൽ എന്റെ പേര് തെളിയുന്നത് ആ നിമിഷം നീ മനസ്സിലാക്കണം ഞാൻ എക്സാം പാസ്സായിട്ടുണ്ടെന്ന്. അവന്റെ അച്ഛൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തുവിട്ട വളയും അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. നടന്ന കാര്യങ്ങളെല്ലാം അവൻ അവന്റെ അച്ഛനോട് പറയുന്നു. അവന്റെ അച്ഛന് നന്നായിട്ട് അറിയാമായിരുന്നു ഇവനെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന്. പക്ഷെ അവൻ ട്രൈ ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഒരുപാട് ബുക്കുകൾ അവൻ വാങ്ങിച്ചു കൂട്ടി. രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് അതെല്ലാം പഠിച്ചു. ആദ്യത്തെ ട്രയൽ അവൻ തോറ്റു. രണ്ടാമത് അവൻ വീണ്ടും ശ്രമിക്കാൻ തുടങ്ങി. വീണ്ടും ഒരുപാട് പഠിച്ചു. പല കോച്ചിങ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തു. വീണ്ടും അവൻ ഫെയിലായി. മൂന്നാമത് കൂടുതൽ സീരിയസ് ആയിട്ടിരുന്ന് അവൻ പഠിച്ചു. എല്ലാത്തിനും അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അവന്റെ അച്ഛനും അവന്റെ കൂട്ടുകാരനുമായിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് അവൻ വീണ്ടും എക്സാം എഴുതി. ഈ പ്രാവശ്യം അവൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിലിംസ് പാസ്സായി. അവന്റെ അച്ഛന് പോലും അത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് അവിടെ നിന്ന് വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. എന്നാൽ തങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ശങ്കറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ തന്റെ മുകളിലുള്ള ഓഫീസേഴ്സിനോട് പറയുന്നുണ്ട്, പുറത്തം ബോർഡറിലാണ് നമ്മളിപ്പോൾ വാർ പ്രതീക്ഷിച്ച് കരുതിയിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി ഇന്ത്യൻ വോട്ടേഴ്സ് ആണ്. അത് നമ്മളുടെ സെക്കൻഡ് പ്രയോറിറ്റി ആണെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് അവർ അറ്റാക്ക് ചെയ്യാതെ നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി ആയ ഇന്ത്യൻ വാട്ടേഴ്സിലായിരിക്കും അവർ അറ്റാക്ക് തുടങ്ങാൻ പോകുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് പല രാജ്യങ്ങളിലും ഈ രീതിയിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. അവൻ ഓരോ വർഷവും എടുത്തു പറയുന്നത് കേട്ടിട്ട് ഇതിനെക്കുറിച്ച് ഇത്രയധികം അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് ആ ഓഫീസർ ചോദിക്കുന്നു. ഞാൻ ഒരുപാട് ബുക്ക് വായിച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് കിട്ടിയെന്ന് അവൻ പറയുന്നുണ്ട്. UPSCക്ക് അവൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് അവൻ വായിക്കാത്ത ബുക്കുകൾ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നെല്ലാം തന്നെ അവൻ ഒരുപാട് അറിവും കിട്ടിയിട്ടുണ്ട്. അതാണ് അവനിപ്പോൾ ഇവിടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറയുന്ന അവൻ ഈ വാറിൽ പങ്കെടുക്കണമെങ്കിൽ മുക്തിയുടെ സൈൻ ചെയ്ത പേപ്പർ കിട്ടണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അത് ക്ലിയർ ചെയ്ത് ആ പേപ്പറുമായിട്ട് ഇവിടെ വരണമെന്നാണ് ആ ഓഫീസർ അവനോട് പറയുന്നത്. കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോവുകയാണ്. 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശങ്കർ പ്രിലിം പാസ്സായത്. ആ സന്തോഷത്തില് അവൻ നേരെ പോകുന്നത് മുക്തിയുടെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ അതേസമയം മുക്തിയുടെ വീട്ടില് US പോയി പഠനമൊക്കെ കഴിഞ്ഞ ശേഷം അവൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. US വെച്ചിട്ട് അവൾ നേരത്തെ കോളേജിൽ വെച്ച് കണ്ട ജസ്ജീത്തിനെ കാണുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ വിവാഹത്തെപ്പറ്റി സംസാരിക്കാനായിരുന്നു അവർ അവിടേക്ക് വന്നത്. അവളുടെ വീട്ടുകാർക്കും അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് ശങ്കർ അവിടേക്ക് വരുന്നത്. അവളുടെ വിവാഹ വാർത്ത അവൾ എല്ലാരോടും പറയുന്ന സമയത്ത് അവൻ ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. ആ സമയം അവൻ ഫോൺ എടുത്ത് അവളെ വിളിക്കുന്നു. അവൻ അവിടെ നിൽക്കുന്നത് അവളും ശ്രദ്ധിച്ചു. തന്റെ കയ്യിലിരിക്കുന്ന ഫോണില് അവന്റെ പേര് തെളിഞ്ഞതും അവൻ പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. എക്സാം പാസ്സായി കഴിയുമ്പോഴായിരിക്കും അവൻ തന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടത് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെൻഷനും തോന്നുന്നുണ്ട്. കാരണം എക്സാം പാസ്സായി അവൻ വന്നപ്പോഴേക്കും താൻ മറ്റൊരു പ്രണയത്തിലായിരിക്കുന്നു. അവൻ എക്സാം പാസ്സാകുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. മുക്തി ഇനി അവന്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കി അവന്റെ അച്ഛൻ ശങ്കറിന്റെ അച്ഛൻ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. താൻ വിചാരിച്ചത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ പോയി UPSCയുടെ പ്രിലിമിനറി ലിസ്റ്റ് നോക്കുന്നുണ്ട്. അവൻ പാസ്സായെന്ന് ഉറപ്പായതും അവൾ ഒരുപാട് സന്തോഷത്തിലായി. പക്ഷേ വീട്ടിലേക്ക് എത്തിയ ശങ്കറാകട്ടെ അച്ഛനെയും ഫ്രണ്ടിനെയും വീടിനകത്തോട്ട് പൂട്ടിയ ശേഷം നേരെ പോകുന്നത് മുക്തിയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ നിന്നിരുന്ന ആരും തന്നെ മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ എല്ലാം തന്നെ തീ കൊളുത്താൻ ആരംഭിച്ചു. ആൾക്കാർ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അവന്റെ ദേഷ്യം കണ്ട് മുക്തിയും പേടിച്ചിട്ടുണ്ടായിരുന്നു. ജസ്ജീത്ത് അവളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് മാത്രമേ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂന്നാണ് അവള് പറയുന്നത്. എന്റെ ഫോൺ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിലായിരുന്നു അവൻ അവിടെയെല്ലാം തീ കൊളുത്തിക്കൊണ്ടിരുന്നത്. ജസ്ജീത്തിനെ തള്ളി മാറ്റിയിട്ട് ശങ്കറിന്റെ അടുത്തേക്ക് അവൾ ഓടി വരുന്നുണ്ട്. അവനോട് കൂളാകാൻ പറയുന്നു. എന്നാൽ ദേഷ്യത്തിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രണയത്തില് ഞാൻ ഈ നാട് വരെ കത്തിക്കുമെന്ന്. അവനെയും കൊണ്ട് അവൾ ടെറസിലേക്ക് പോകുന്നു. അകത്തു നിന്നും ആ ഡോറ് പൂട്ടി. എന്നിട്ട് അവനോട് സംസാരിക്കാൻ ആരംഭിക്കുകയായിരുന്നു. പക്ഷെ അവൻ അവളോട് ചോദിക്കുന്നത് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ച് പ്രിലിം പാസ്സായി. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നീ നിന്റെ മനസ്സ് മാറ്റി മറ്റൊരാളെ പ്രണയിച്ച കാര്യം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന്. എന്നാൽ അവള് പറയുന്നത്, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്ക്. ഇപ്പൊ നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നീ കഷ്ടപ്പെട്ട് 3 വർഷം കൊണ്ടാണ് ഈ പ്രിലിം പാസ്സായത്. നിനക്ക്
നിനക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിന്റെ കരിയർ തന്നെ ഇല്ലാതെയാകും. നീ ആഗ്രഹിച്ച പോലെ നല്ലൊരു നിലയിൽ നിനക്ക് എത്താൻ പറ്റില്ല. എന്നാൽ അവനെ സംബന്ധിച്ച് അതൊന്നും അവന് വേണ്ടിയിരുന്നില്ല. അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവൻ ഇതെല്ലാം പഠിക്കാൻ ഇറങ്ങി തിരിച്ചത്. അവൻ ചോദിക്കുന്നത്, നിനക്കെന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നിന്റെ അച്ഛൻ എനിക്ക് മുന്നിൽ ആ ഒരു വെല്ലുവിളി വെച്ചതെന്ന്. എക്സാം പാസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം നടത്തുമെന്നല്ലേ ഞാൻ വിചാരിച്ചിരുന്നത്. ഞാനിത് പാസ്സായാലും നമ്മുടെ കല്യാണം ഒന്നും നടക്കില്ലെന്ന് നീ എന്തുകൊണ്ട് ആ നിമിഷം പറഞ്ഞില്ല എന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ അവള് തിരിച്ചു ചോദിക്കുന്നത്, ഞാൻ എങ്ങനെ അതൊക്കെ പറയുമെന്നാണ്. നിനക്ക് റിജക്ഷൻ ഒന്നും താങ്ങാനേ പറ്റില്ല. റിജക്ഷൻ നിനക്ക് താങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു. നിന്റെ ദേഷ്യം അതിന് നിന്നെ സമ്മതിക്കില്ല. നിന്നെ ഞാൻ റിജക്ട് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ ദേഷ്യത്തില് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എന്റെ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഒഴിവാക്കാൻ പറഞ്ഞത്. അച്ഛൻ അങ്ങനെ പറയുമെന്ന് അവളും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും എന്റെ അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് ഇന്ന് നിന്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ മാത്രമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ആ ഒരു റൂമിൽ നിന്ന് നിനക്കിനി പുറത്തു വരാൻ പറ്റും. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും. അവിടെ നിനക്കിങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കണ്ട. എന്നാൽ ഇത് കേട്ട് അവൻ അവളോട് ചോദിക്കുന്നത്, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ആ റൂമിൽ ഞാനും അച്ഛനും കഴിയുന്നത് കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന്, ആ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്ന്? അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. എനിക്ക് അതൊന്നുമല്ല വേണ്ടത്. എനിക്ക് നിന്നെ മാത്രമാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തം പഠിച്ചത്, ഈ എക്സാം ഒക്കെ പാസ്സായത്. അവള് വീണ്ടും വീണ്ടും അവനോട് ശാന്തമാകാനും മുന്നോട്ടുള്ള എക്സാംസ് പാസ്സായി ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് ജോലിക്ക് കയറാനുമാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അവൻ അതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടി അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു മൊമെന്റില്, ഏതെങ്കിലും ഒരു നിമിഷത്തില്, ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ എപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന്? ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് അവള് പറയുന്നു. ഡിസപ്പോയിന്റഡ് ആയിട്ട് നിൽക്കുന്ന അവനോട് അവള് പറയുന്നുണ്ട്, ലവ് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. നമ്മൾ രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവനെല്ലാം കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. പണ്ട് അമ്മയെ നഷ്ടപ്പെട്ടപ്പോ അവൻ അനുഭവിച്ച വേദന അവൻ അപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു. അവന്റെ ശരീരം ചൂടാകുന്ന പോലെയും ദേഹം പൊള്ളുന്ന പോലെയും തോന്നുന്നു. അവനെ ആശ്വസിപ്പിക്കാൻ അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയം ബാക്കി എല്ലാവരും ആ കഥകു തുറന്ന് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് അവൻ പറയുന്നത്, ഒന്നുകിൽ നീ എന്നെ കിസ് ചെയ്യ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഈ ടെറസിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കാമെന്നായിരുന്നു. ഇതിലേതെങ്കിലും ഒന്നിപ്പോ നടന്നില്ലെങ്കിൽ അവന്റെ കൺട്രോൾ പോയിട്ട് അവൻ അവളെ കൊല്ലുമെന്നൊരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നീ എന്നെ കൊന്നുകൊള്ളാനാണ് അവൾ പറയുന്നത്. നിന്നെ കിസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. നിന്റെ കൂടെ ഇവിടെ നിന്ന് ചാടി മരിക്കാനും പറ്റില്ല. നിന്റെ കൂടെ ഇരുന്ന് എനിക്ക് കരയാൻ മാത്രമേ സാധിക്കൂ. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ പോവുകയാണ്. അതൊരിക്കലും നീ നശിപ്പിക്കരുത് എന്ന് രക്ഷപ്പെട്ടു പോകാൻ അവൾ പറഞ്ഞെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ തന്നെ അടിക്കാൻ കാത്തു നിൽക്കുന്ന ആ ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. രണ്ടും കൽപ്പിച്ച് അവൻ ആ വാതിൽ തുറന്നു. പോലീസുകാർ അവനെ അടിക്കുകയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം മുക്തിയൊട്ടും ഓക്കെ ആയിരുന്നില്ല. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ മുന്നോട്ട് നടക്കേണ്ടതുണ്ട്. അവൾ അതിലെല്ലാം തന്നെ യാന്ത്രികമായിട്ട് എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. ജസ്ജിത്ത് അത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കാരണം അവന്റെ അച്ഛൻ രാഘവാകട്ടെ മുക്തിയുടെ അച്ഛന്റെ കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ട്. അവനെതിരെ കേസെടുക്കരുതെന്നും അവന്റെ ജീവിതം തന്നെ നശിക്കുമെന്നും പറയുന്നു. ഇതൊക്കെ അവൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുൻപ് ചിന്തിക്കേണ്ടതായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അവനെതിരെ കേസെടുക്കാതിരിക്കണമെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ രാഘവനോട് അയാൾ പറയുന്നു. അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരുടെയും കാലിൽ വീണ് മാപ്പ് പറയാനായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത്. തന്റെ മകന് വേണ്ടിയിട്ട് ആ അച്ഛൻ മറ്റൊന്നും ചിന്തിക്കാതെ ആ അപമാനമെല്ലാം ഏറ്റുവാങ്ങി അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരുടെയും കാലിൽ അയാൾ വീണ് മാപ്പ് പറയുന്നു. ഇവിടെ മുക്തിയാകട്ടെ ജസ്ജിത്തിനോട് പറയുന്നുണ്ട്, ശങ്കറിന്റെ പ്രണയം ഭ്രാന്തമായിരുന്നു, ഡ്രാമാറ്റിക് ആയിരുന്നു. അങ്ങനൊരു പ്രണയം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ലൈഫ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവനെ ഒഴിവാക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്. പക്ഷെ അച്ഛൻ അങ്ങനെയൊക്കെ പറയുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും അവൻ അതൊന്നും മനസ്സിലാക്കാതെ എങ്ങനെയൊക്കെ പെരുമാറുന്നു. അവൻ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനു മുമ്പ് നമുക്ക് പെട്ടെന്ന് വിവാഹം കഴിക്കാമെന്നായിരുന്നു അവള് ജസ്ജിത്തിനോട് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സൈക്കോളജി എനിക്കറിയാം. പെൺകുട്ടികളെ വിവാഹ വസ്ത്രത്തിൽ കണ്ടു കഴിയുമ്പോൾ അവൻ പിന്നെ അവിടെ നിന്നും പൊയ്ക്കൊള്ളും. പിന്നെ പ്രശ്നത്തിനൊന്നും വരില്ല. അതുകൊണ്ട് പെട്ടെന്ന് വിവാഹം കഴിക്കാന്നായിരുന്നു അവളുടെ തീരുമാനം. അതിനിടയ്ക്കാണ് പുറത്തവന്റെ അച്ഛൻ വന്നിട്ട് മാപ്പ് പറയുന്ന കാര്യങ്ങൾ അവൾ അറിയുന്നതും അവിടേക്ക് വരുന്നതും. അവൾ ചെല്ലുമ്പോഴേക്കും അയാൾ എല്ലാവരുടെയും കാലിൽ വീണിട്ട് അവസാനം അവളുടെ അച്ഛന്റെ കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ടായിരുന്നു. അവൾക്കൊന്നും ചെയ്യാനോ തടയാനോ ഒന്നും പറ്റിയില്ല. അതിനുശേഷം അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ നിന്നും അവശനിലയിലായിരുന്ന ശങ്കറിനെ അയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്റെ സ്കൂട്ടറിന്റെ പിന്നില് അവനെ തന്നോട് ചേർത്ത് കെട്ടിവെച്ചായിരുന്നു അയാൾ കൊണ്ടുവരുന്നത്. അവന്റെ കുട്ടിക്കാലത്തെ പറ്റി അയാൾ സംസാരിക്കുന്നു. കുട്ടിക്കാലത്ത് അവന്റെ അച്ഛന്റെ സൈക്കിളിന്റെ മുന്നിലിരുന്ന് പോകാനായിരുന്നു അവനിഷ്ടം. ഒരുപാട് സ്പീഡിൽ സൈക്കിൾ ചവിട്ടാൻ അവൻ ആവശ്യപ്പെടും. സ്പീഡിൽ പോകുന്ന വിമാനത്തിലൊക്കെ കയറണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും അന്ന് സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവന്റെ ആ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളെ തന്നെ കൊണ്ടാവുന്ന വിധത്തില് സൈക്കിൾ ആഞ്ഞു ചവിട്ടുമായിരുന്നു. ആ സ്പീഡ് ആസ്വദിച്ചാണ് അവൻ അതിന്റെ ഫ്രണ്ടിലിരുന്നത്. എന്നെങ്കിലും ഏറ്റവും വേഗതയിൽ പോകുന്ന എയ്റോപ്ലെയിനിൽ തന്റെ മകനെ കയറ്റണമെന്ന് ആ അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് ആകെ തകർന്ന മനസ്സോടുകൂടി അയാൾ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് ആവുകയും അവർ രണ്ടുപേരും ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ആ ആക്സിഡന്റിൽ അവിടെ വെച്ച് ശങ്കറിന്റെ അച്ഛൻ മരിച്ചു. അതോടെ അവൻ പൂർണ്ണമായിട്ടും അനാഥനായി. അച്ഛന്റെ മരണശേഷം അവൻ ആ വീട്ടിൽ നിന്നില്ല. തന്റെ സാധനങ്ങളും എടുത്ത് എവിടേക്കോ പോയി. ഇവിടെ ശങ്കറിനെ പറ്റി ആലോചിച്ച് മുക്തി ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നെങ്കിലും അവളുടെ വിവാഹ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. അതിലൊന്നും തന്നെ സന്തോഷത്തോടെ ഇരിക്കാൻ അവൾക്ക് സാധിച്ചില്ല. ശങ്കറാകട്ടെ ഗംഗാനദിയുടെ തീരത്ത് പോയി അച്ഛന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. അച്ഛന്റെ ആത്മാവിന് മോശം കിട്ടാനുള്ള എല്ലാം ചെയ്തിട്ട് അവനവിടെ സങ്കടത്തോടെ ഇരിക്കാൻ നേരത്ത് അവിടുത്തെ ഒരു പണ്ഡിറ്റാകട്ടെ അവനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇവന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി അയാൾ അവനോട് പറയുന്നുണ്ട്, പ്രണയത്തിന് വേണ്ടി നീ ഇങ്ങനെ തകരാൻ പാടില്ല എന്ന്. ഏത് പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ
കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പ്രണയം കാരണം തന്നെയാണ് നിന്റെ അച്ഛൻ ഇവിടെ മരിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് ആ പ്രണയത്തിന്റെ പിറകെ ഇങ്ങനെ പോകാതെ നീ ആ പ്രണയത്തിൽ സ്വയം തീയായി മാറണം. ഒടുവിൽ ആ പ്രണയം തന്നെ എന്നെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് നിന്റെ കാൽക്കൽ വരും. എന്നിട്ടിന്റെ വാക്കുകളെല്ലാം കേട്ട ശേഷം അവന്റെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ നിന്നും കുറച്ച് ഗംഗാജലവുമായിട്ട് നേരെ മുക്തിയുടെ വീട്ടിലേക്ക് വരുന്നു. അവനെ കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ ആസിഡ് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ അവൻ തന്റെ അടുത്തേക്ക് വന്ന് അത് തന്റെ തലയിലേക്ക് ഒഴിക്കാൻ തുടങ്ങിയതും മുക്തി ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ഗംഗാജലം മാത്രമായിരുന്നു എന്ന് അവളുടെ ശരീരത്തിലേക്ക് വീണു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. ശങ്കർ അവളോട് പറയുന്നുണ്ട്, നീ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുകയല്ലയോ, പഴയ പാപങ്ങളെല്ലാം കഴുകിക്കളയണ്ടേ, അതുകൊണ്ടായി ഗംഗാജലം ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നത്. ദൈവം നിനക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നെ തരട്ടെ. ആ സമയം നിനക്ക് മനസ്സിലാകും പ്രണയത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന പല ആൺകുട്ടികളും ആരുടെയെങ്കിലും മകനായിരുന്നു എന്ന്. അത്രയും പറഞ്ഞ് അവളെ അനുഗ്രഹിച്ചിട്ടാണ് അവൻ അവിടെ നിന്നും പോകുന്നത്. അതൊക്കെ മുക്തിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവൾ അമിതമായിട്ട് മദ്യപിക്കാൻ തുടങ്ങി. വിവാഹ ദിവസം ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ അവളുടെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. ജസ്ജീത്തിനും കാര്യങ്ങൾ മനസ്സിലായി. അവൻ പൊയ്ക്കൊള്ളാൻ പറയുന്നു. മുക്തി രണ്ടും കൽപ്പിച്ച് തന്റെ വിവാഹം ഉപേക്ഷിച്ച് ശങ്കറിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ആ സമയം ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവനെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല. അവൻ എങ്ങോട്ട് പോയെന്നും ആർക്കും അറിയില്ല. ശങ്കർ ആകട്ടെ എവിടെയോ ചെന്നിരുന്ന് സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം അവന്റെ തലയ്ക്ക് മുകളിലൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നു. അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ആഗ്രഹം അവനെ ഏറ്റവും വേഗത കൂടിയ ഫ്ലൈറ്റിൽ കയറ്റണമെന്നായിരുന്നു. എനിക്ക് വേണ്ടി അച്ഛൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ തന്നെ അവൻ പിന്നീട് തീരുമാനിക്കുന്നു. ഒരു സൈഡില് മുക്തി തന്റെ ജീവിതം മദ്യത്തിന് അടിമപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സൈഡില് ശങ്കർ പഴയതൊക്കെ പതിയെ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു. അവൻ വീണ്ടും പഠിക്കുകയും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ അവൻ ഫൈറ്റർ ജെറ്റിന്റെ പൈലറ്റായി മാറി. മുക്തി മദ്യപിച്ച് അവശ നിലയിലായിട്ടുണ്ടായിരുന്നു പലപ്പോഴും. ശങ്കറുമായിട്ട് അവൾ പോയിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കും. ആ ഒരവസ്ഥയിലും അവൾ വീട്ടുകാരുടെ നിർബന്ധം കാരണം ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിഫൻസ് മിനിസ്ട്രിയില് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കൗൺസിലറായിട്ട് അവൾക്ക് ജോലി കിട്ടി. അമിതമായിട്ടുള്ള മദ്യപാനം അവളുടെ ശരീരത്തെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അവളുടെ ഓർഗൻസിന് പലതിനും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അവൾ ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും അവൾ ആൽക്കഹോൾ നിർത്തിയില്ല. അതിനിടയ്ക്ക് ജസ്ജീത്ത് ആകട്ടെ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളുടെ അവസ്ഥയെല്ലാം കാരണം ഇവളുടെ അച്ഛൻ അവനോട് അവളെ വിവാഹം കഴിക്കാൻ പറയുന്നു. അങ്ങനെ പിന്നീട് ഇവർ വിവാഹം കഴിക്കുകയും അവൾ പ്രഗ്നന്റ് ആവുകയും ചെയ്തു. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. യുദ്ധത്തിൽ തനിക്ക് പങ്കെടുക്കണമെങ്കിൽ മുക്തിയുടെ സൈൻ ചെയ്ത പേപ്പർ വേണം. അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അത് സൈൻ ചെയ്ത് തരാനായിരുന്നു ശങ്കർ അവളോട് പറയുന്നത്. മുക്തിയാകട്ടെ ചിരിച്ചുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, പെൺകുട്ടികൾ രാജകുമാരന്മാരെ തേടിയാണ് പോകുന്നത്. അവരുടെ ജോലിക്കാർ അവരെ പ്രണയിച്ചാൽ പോലും ആ പ്രണയത്തിൽ ആ നിമിഷം ഒന്നും കാണില്ല. രാജകുമാരന്മാരുടെ പിറകെ പോകും. ഒടുവിൽ രാജകുമാരന്മാരെ സ്വന്തമാക്കി കഴിയുമ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമാകും. രാജകുമാരന്റെ ആ പ്രണയത്തിൽ വലിയ ആത്മാർത്ഥതയൊന്നുമില്ലാന്ന്. ആ നിമിഷമാണ് ആ ജോലിക്കാരന്റെ പ്രണയം എത്ര മനോഹരമായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നത്. അവളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ജസ്ജീത്തിന്റെ പുറകെ പോയപ്പോ അവൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ശങ്കർ അവളെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഞാൻ നിന്നോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കൊല്ലുമോ എന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, നീ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. എന്നാൽ അവള് പറയുന്നു, സ്വയം ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഞാൻ പെട്രോൾ പോലും കുടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ മരിച്ചില്ല. നിന്റെ ശാപം എന്റെ തലയ്ക്ക് മേൽ കിടക്കുന്നത് കൊണ്ട് ഇന്നും ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. അവൻ ദേഷ്യത്തോട് അവളോട് പറയുന്നത്, ഒന്നുകിൽ നീ മരിക്ക്, അല്ലെങ്കിൽ മരിക്കാതിരിക്ക്, എന്ത് വേണമെങ്കിലും ചെയ്, പക്ഷേ എന്റെ പേപ്പേഴ്സിൽ മാത്രം സൈൻ ചെയ്യണം. എന്നാൽ നീ വേറെ എന്ത് ചോദിച്ചാലും താൻ തരും, ആ പേപ്പേഴ്സിൽ മാത്രം താൻ സൈൻ ചെയ്യില്ല എന്നായിരുന്നു അവളുടെ മറുപടി. യുദ്ധമുഖത്ത് സംഘർഷം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാട്ടേഴ്സിലുള്ള INS വിജയ് ഷിപ്പിന് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശങ്കർ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് പേപ്പറിൽ സൈൻ ചെയ്യാത്തതെന്ന്. ആ പേപ്പറിൽ സൈൻ ചെയ്ത് നീ ഫ്ലൈ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നീ ജീവനോടെ തിരിച്ചു വരില്ല എന്നാണ് അവൾ പറയുന്നത്. ഈ യുദ്ധത്തോടു കൂടി നീയും അവസാനിക്കും, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യാന്നായിരുന്നു അവളുടെ മറുപടി. നീ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും മരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. എന്റെ ശരീരത്തിന്റെ അവസ്ഥ നീ കണ്ടില്ലേ, എന്റെ വെയിൻസിൽ നിന്നെല്ലാം തന്നെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നും എല്ലാം ബ്ലഡ് വരും. 9 മാസം ഞാൻ പ്രഗ്നന്റ് ആണ്. അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. താഴെ കുനിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്നിട്ട് ഞാൻ നിന്റെ കാല് പിടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ താഴേക്കിരിക്കുന്നു. നീ ഈ വാറിന് പോകാൻ പാടില്ല. എന്നാൽ അവൻ വീണ്ടും പറയുന്നത്, നീ എന്റെ മുന്നിൽ ഇങ്ങനെ കാല് പിടിച്ച് കരയാതിരിക്കുന്നതാ നല്ലത്. അന്ന് പോലീസുകാരുടെ അടികൊണ്ട് എന്റെ ഒരുപാട് എല്ലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് പോലും പോകുമായിരുന്നു. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുക, ദേവി ഇത് ഇനി നീ എന്നെ ഉപദ്രവിക്കരുത്. ആ പേപ്പർ സൈൻ ചെയ്ത് എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം. എന്റെ ഈ പ്രണയം കാരണം എന്റെ ജീവിതം ഒരുപാട് നശിച്ചതാ. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് മാപ്പാണ് വേണ്ടതെങ്കിൽ ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ആ പേപ്പറിൽ മാത്രം ഒന്ന് സൈൻ ചെയ്താൽ മതി. എന്നാൽ അവൾ അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാനല്ല വന്നത്, ഈ ലിവർ സിറോസിസ് ആണ്. ഇതൊന്നും നിനക്കൊരു പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ പ്രണയിച്ചാലും പ്രണയിച്ചില്ലേലും നിന്നെ ഇപ്പൊ അതൊന്നും ബാധിക്കില്ല. ഞാൻ നിന്നോട് മറ്റൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. അതും പറഞ്ഞിട്ട് അവൾ അവന്റെ മുഖത്തേക്ക് കൈവെക്കുന്നു. ആ സമയം അവളുടെ കൈകളിലെല്ലാം തന്നെ ബ്ലഡ് പറ്റിയിട്ടുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടിട്ട് അവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അവളെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയെങ്കിലും അവൾ പറയുന്നുണ്ട്, എന്റെ മുന്നിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർത്തിട്ടേ പോകുമെന്ന്. എന്റെ കുഞ്ഞിനെ നീ നോക്കണമെന്ന് മാത്രമാണ് അവൾ അവനോട് ആവശ്യപ്പെടുന്നത്. അവൻ പെട്ടെന്ന് അവളെ എടുത്തുകൊണ്ട് അവരുടെ ക്ലിനിക്കിലേക്ക് പോയി. ഹെൽത്തിനെ കുറിച്ചും പ്രഗ്നന്റ് ആണെന്നൊക്കെ അറിഞ്ഞിട്ട് നീ എന്തിനാ വീണ്ടും വീണ്ടും കുടിച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നുണ്ട്,
കുഞ്ഞിനൊന്നും തന്നെ സംഭവിക്കില്ല. ഈ കുഞ്ഞ് എനിക്കോ ജെസ്സിക്കോ വേണ്ടിയിട്ടല്ല, ഈ കുഞ്ഞ് നിനക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ജസ്ജിത്ത് ജീവനോടെ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുമെന്ന് മുക്തിക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിനിടയ്ക്ക് അവൻ മരിക്കും, ഈ പ്രസവത്തോടുകൂടി അവളും മരിക്കുമെന്ന് തന്നെയായിരുന്നു അവളുടെ വിശ്വാസം. അതുകൊണ്ട് ഈ കുഞ്ഞിന് ആരുമില്ലാതെയാകാൻ പാടില്ല, അവനോട് പോകണ്ട എന്നും ഈ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നും അവൾ പറയുന്നു. ശരിക്കും അവൾ അച്ഛന്റെ നിർബന്ധപ്രകാരമായിരുന്നു വിവാഹം കഴിച്ചത്. അയാളുടെ മരണശേഷം അവൾക്ക് ആരുണ്ടാകും എന്നുള്ള ചിന്തയില്. എല്ലാം അറിയാവുന്നത് ജെസ്സി ആയതുകൊണ്ട് തന്നെയാണ് അവൾ ജെസ്സിയെ വിവാഹം കഴിച്ചത്. എന്നാൽ അവളുടെ കണ്ടീഷൻ വെച്ചിട്ട് പ്രഗ്നന്റ് ആകണ്ട എന്ന് ജെസ്സി പറഞ്ഞിട്ടും അവൾക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചു. നീ ആഗ്രഹിച്ച പോലെ നിന്നെ പ്രണയിക്കാനെങ്കിലും എനിക്ക് സാധിച്ചില്ല, പക്ഷെ നീ എന്നെ അവസാനമായിട്ട് കാണാൻ വന്നപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ തരട്ടെ എന്ന്. നിന്റെ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നിന്റെ ആ വാക്കെങ്കിലും നിലനിൽക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയത്. എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞാണ്. ആ കുഞ്ഞൊരിക്കലും എന്നെ പോലെയോ ജെസ്സിയെ പോലെ ആയിരിക്കില്ല. നീ വേണം അതിനെ വളർത്താൻ, നീ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു മനുഷ്യനായിട്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, എന്റെ ജീവിതം തന്നെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. നിന്റെ മകനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്റെ മകന് വേണ്ടത് അവന്റെ യഥാർത്ഥ അച്ഛനെയാണ്. അവന്റെ അച്ഛനെ വിളിക്കാൻ പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, INS വിജയിലാണ് അവന്റെ അച്ഛനുള്ളത്, ചിലപ്പോ ഒരിക്കലും ജസ്ജിത്ത് തിരിച്ചു വരില്ല എന്ന്. എന്നാൽ അവൻ അവളോട് പറയുന്നുണ്ട്, ദൈവനാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ മകൻ ഒരിക്കലും അനാഥനായിട്ട് വളരേണ്ടി വരില്ല, ഞാൻ തിരിച്ചു വരുമെന്ന്. അതും പറഞ്ഞുകൊണ്ടാണ് അവളെ കൊണ്ട് നിർബന്ധപൂർവ്വം അവൻ ആ പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കുന്നത്. മകൻ അനാഥനാകില്ല എന്ന് അവൻ തന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു മുക്തിയും. അങ്ങനെ ആ പേപ്പർ കൊണ്ടുകൊടുത്ത ശേഷം ശങ്കർ ഫ്ലൈ ചെയ്യാൻ പോകുന്നു. ആ സമയം മുക്തിയും തന്റെ അച്ഛനും ഒക്കെ തന്റെ ചുറ്റുമുള്ള പോലെയായിരുന്നു അവന് തോന്നുന്നത്. ഡെലിവറിക്ക് കിടക്കുന്ന മുക്തിക്കും തന്റെ അടുത്ത് ശങ്കർ ഉള്ളതുപോലെ തോന്നുന്നു. ശങ്കർ ഫ്ലൈ ചെയ്ത് നേരെ പോകുന്നത് INS വിജയുടെ അടുത്തേക്കായിരുന്നു. INS വിജയെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഷിപ്പുകൾക്ക് നേരെ ശങ്കർ മിസൈൽ അയക്കുന്നുണ്ട്. 2 ഷിപ്പുകൾ അവൻ തകർത്തു, ഇനിയും 2 ബാക്കിയുണ്ടായിരുന്നു. 3ാമത്തെ ഷിപ്പ് അവൻ തകർത്തു, ഇനിയൊരു ഷിപ്പ് കൂടി ബാക്കിയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് അവന്റെ ജെറ്റിന് നേരെ ആക്രമണം ഉണ്ടായി. അവന്റെ ജെറ്റിന്റെ ഒരു സൈഡ് തകർന്നിട്ടുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ച് ഇനി ഒരേയൊരു വഴിയുള്ളൂ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ സീറ്റ് ഇജക്ട് ചെയ്യുക. ഫ്ലൈറ്റിൽ നിന്നും സീറ്റോട് കൂടി അവൻ മുകളിലേക്ക് പോകും. അവൻ സ്വയം ജീവൻ രക്ഷിക്കാം. പക്ഷെ അവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഷിപ്പ് INS വിജയെ തകർക്കും. അതിനുള്ളിലുള്ള മുക്തിയുടെ ഹസ്ബൻഡ് ജസ്ജിത്തും മരിക്കും. ഒന്നുകിൽ അവന് ജസ്ജിത്തിന്റെ ജീവൻ രക്ഷിക്കാം, അല്ലെങ്കിൽ സ്വയം ജീവൻ രക്ഷിക്കാം. അവൻ അവിടെ തിരഞ്ഞെടുക്കുന്നത് ജസ്ജിത്തിന്റെ ജീവനായിരുന്നു. മുക്തിയുടെ കുഞ്ഞ് അനാഥനാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ തന്റെ ജെറ്റ് നേരെ ഇടിച്ചു കയറ്റുന്നത് INS വിജയെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഷിപ്പിലേക്കാണ്. ഇതെല്ലാം തന്നെ INS വിജയിൽ നിന്നുകൊണ്ട് ജസ്ജിത്തും കാണുന്നുണ്ടായിരുന്നു. ആ സമയം ഹോസ്പിറ്റലിൽ കിടന്ന മുക്തിയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ ഷിപ്പിലേക്ക് തന്റെ ജെറ്റ് ഇടിച്ചു കയറ്റുമ്പോൾ ശങ്കർ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, നിന്റെ പ്രണയത്തിൽ ഇതിനേക്കാൾ വലിയ തീയില് എരിഞ്ഞു തീരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എത്രയെങ്കിലും സാധിക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു അവൻ ആ ജെറ്റ് ഷിപ്പിലേക്ക് ഇടിച്ചു കയറ്റിയത്. തൽക്ഷണം അവൻ മരിച്ചു. ഇവിടെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടയിൽ മുക്തിയും മരിച്ചു. അവളുടെ ഹെൽത്തിന്റെ കണ്ടീഷൻ അത്രയധികം മോശമായിരുന്നല്ലോ. ശങ്കർ പറഞ്ഞതുപോലെ ആ വാക്കവൻ പാലിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കുഞ്ഞൊരിക്കലും അനാഥനായില്ല. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് INS വിജയില് ആ കുഞ്ഞിന്റെ അച്ഛൻ ജസ്ജിത്ത് അപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.